നമുക്കറിയാം പ്രേക്ഷകരെല്ലാവരും നമ്മളെപ്പോലെ തന്നെ കൃത്യം 7 മണിയാകുമ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ടോപ്പ് സിംഗർ സീസൺ 6 കാണാനായിട്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല റൗണ്ട്സ് വരുന്നു, നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസ് വരുന്നു, നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നു, നമ്മൾ ഒന്നിച്ച് ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു നല്ല എപ്പിസോഡുമായിട്ടാണ് നമ്മൾ ഇന്നും എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തുകൊണ്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, MJ uncle and Undi uncle, welcome. മെലഡി റൗണ്ടില് ഒരു സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ സിദ്ധുക്കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി ഓൺ സ്റ്റേജ്. ഓടിച്ചാടി വന്നു സിദ്ധുക്കുട്ടി. ഹലോ. സിദ്ധു സിദ്ധു സിദ്ധലക്ഷ്മി ടോപ്പ് സിംഗറിന്റെ പാട്ടുകാരി ആണോ? പെട്ടെന്നുണ്ടായ ഒരു പാട്ട്, സിദ്ധുവിനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ടേ ഒരു വീഡിയോ കണ്ടാലോ? ഓക്കെ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ഞാൻ സിദ്ധലക്ഷ്മി, ഇതാണ് എന്റെ ഫാമിലി, എന്റെ ശക്തി. മോള് ചെറുപ്പത്തിലെ വളരെ ശാഠ്യം പിടിച്ച ഒരു കുട്ടിയായിരുന്നു. എന്തിനും ഏതിനും വാശി പിടിക്കുകയായിരുന്നു. ഒരു ദിവസം മ്യൂസിക് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തി. ഒരു പക്ഷേ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത് മുതലാവാം സ്വഭാവമൊക്കെ വളരെ മെച്യൂരിറ്റി കാണിച്ചു തുടങ്ങി. ശ്വേതാംബരധരേ ദേവി ശ്വേതാംബരധരേ ദേവി. ടോപ്പ് സിംഗർ പോലുള്ള വലിയൊരു വേദിയിൽ ഇത്രയും വലിയ ജഡ്ജസിന് മുന്നിൽ പാടാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ മോൾ ആഗ്രഹിച്ച പോലെ ഭാവിയിൽ വലിയൊരു പാട്ടുകാരിയാവാൻ ഈശ്വരൻ്റെ അനുഗ്രഹവും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃഷ്ണ സ്വാഗതം, കൃഷ്ണ ശരണാഗതം, കൃഷ്ണ സ്വാഗതം, കൃഷ്ണ ശരണാഗതം, കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം, കൃഷ്ണ ശരണാഗതം, കൃഷ്ണ. അത് ശരി, അച്ഛൻ തബല വായിക്കോ? ആദ്യമായിട്ടാണല്ലോ അതറിയുന്നത്. പാട്ട് പാടുന്നറിയാം, അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ സംഗീതം പല വഴികളിലാണ് അവിടെ വന്നു ചേരണേ അല്ലേ? അമ്മ പറയുന്നത് വലിയ ശാഠ്യായിരുന്നു എന്നാണല്ലോ. പിന്നെ സംഗീതം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ ശാഠ്യമൊക്കെ മാറിയതാണ്. പക്ഷെ ഇവിടെ വരുമ്പോ ശാഠ്യൊന്നും കാണുന്നില്ലല്ലോ. എന്തൊരു കുട്ടിയാണ്, സ്വീറ്റ് കുട്ടിയാണ്. ഒന്നും മിണ്ടാതെ, മിണ്ടുന്നത് തന്നെ ഇങ്ങനെ വളരെ കരുണയോടുകൂടി വാക്കുകളൊക്കെ പറയുന്ന ആളാണ്. ആർക്കെങ്കിലും വേദനിക്കോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കണേ. പാട്ട് പാടുമ്പോഴും ഭയങ്കര സ്വീറ്റ് അല്ലേ? അതാണ് നല്ലത് കേട്ടോ. അപ്പൊ അങ്ങനെ പോട്ടെ കേട്ടോ. ഏതാണ് പാട്ട് സിധു? സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം. ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. മെലഡി റൗണ്ട് അല്ലേ? ഡീറ്റെയിൽസ് പോരട്ടെ. ഫിലിം കാണാൻ കൊതിച്ച്, ഇയർ 1987, ലിറിക്സ് പി ഭാസ്കരൻ മാസ്റ്റർ, മ്യൂസിക് വിദ്യാധരൻ മാസ്റ്റർ, പാടിയത് സിംഗർ ചിത്രാമ്മ. അപ്പോ ഓൾ ദി ബെസ്റ്റ് കുട്ടി. താങ്ക് യു. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം.
സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. നൈസ് നൈസ്. സിദ്ധുക്കുട്ടി, ബ്യൂട്ടിഫുൾ സോങ്. നല്ല സോങ് സെലക്ഷൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസത്തിൽ പാടി. താങ്ക് യു. ആസ് യൂഷ്വൽ വളരെ നന്നായിട്ട് പാടി, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. എനിക്ക് പല്ലവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഓപ്പണിംഗ് പാടി വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. മിടുക്കിയാണ്. നല്ല പ്രോഗ്രസ് കാണുന്നുണ്ട് പാടിയതിലൊക്കെ. പക്ഷെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എറേഴ്സ് ഉണ്ടായിരുന്നു. ചെറിയ ക്ലാരിറ്റി കുറവ്, കുഞ്ഞ് പിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസം കിട്ടാത്ത കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനേക്കാളൊക്കെ മേലെ എന്റെ സംശയം പേടി മാറിയില്ലേ എന്നാണ്. പേടി മാറി. പേടി മാറിയോ? ആ. ശരിക്കും മാറിയോ? ആ, ഉറപ്പാണോ മാറിയെന്ന്? മാറി. എന്നിട്ട് എന്താ ക്യാമറയിൽ നോക്കി പാടാത്തെ? ഇങ്ങനെ നോക്കി, ഞങ്ങളൊക്കെ നോക്കി, അച്ഛനൊക്കെ നോക്കിയിട്ടാണല്ലോ പാടുന്നേ. ക്യാമറയിൽ നോക്കി പാടണ്ടേ നമുക്ക്? ആ. ഇല്ലേ? ആ. പേടിച്ച് പാടുന്ന പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. മുഴുവനായിട്ടങ്ങ് മാറിയിട്ടില്ല. ശരി, പേടിക്കണ്ട കേട്ടോ. ഇല്ല. പേടി ഉണ്ടെങ്കിൽ നോ, പേടിക്കണ്ട. പേടിക്കാതെ പാടണം. ഓക്കെ. ആ. മിടുക്കി കുട്ടിയാണ്. നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. പേടിക്കാതെ പാടിയാ നമുക്ക് പാട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടിയിട്ട് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. ആ. ആത്മദാഹങ്ങളും അതൊന്ന് പാടിത്തരാവോ കുറച്ച്? ആ. ആ. ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം. യെസ്. അവിടെ സിദ്ധുക്കുട്ടിയുടെ ഫുൾ കോൺസെൻട്രേഷൻ അവസാനം വരാൻ പോകുന്ന ആ ആത്മദാഹങ്ങളിലേക്കാണ്. അപ്പൊ ആ ബാക്കിയുള്ള ആ തേന് എന്ന് പറയുന്നത്, ആ കണ്ണീര് എന്ന് പറയുന്നത്, അവിടെയൊക്കെ കുഞ്ഞായിട്ട് ഇങ്ങനെ ആ ഒരു ഫീല് മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ചരണം ഒന്ന് സ്റ്റാർട്ടിങ് ഒന്നുകൂടെ പാടിത്തരോ? സങ്കൽപ്പഗീതാരഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും ഒക്കെയും പങ്കു. യെസ്, അതാണ്. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, അത് വരും. അതാ ഇപ്പൊ പാടിയപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ അടിപൊളിയായിട്ട് പാടിയില്ലേ? അപ്പൊ അത് കിട്ടും. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പാടി വന്നിട്ട് കിട്ടാൻ പറ്റുമോ നോക്കണം. കുഞ്ഞു കുട്ടിയല്ലേ നമ്മുടെ സിദ്ധുക്കുട്ടി, ചെറുതല്ലേ. അപ്പൊ നമുക്ക് ഒരുപാട് സമയമുണ്ട്. നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത പെർഫോമൻസ് ഇതിലും അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിദ്യാധരൻ മാസ്റ്ററുടെ പാട്ടുകൾ ഏറ്റവും നന്നായിട്ട് പാടുന്നത് ആരാണ്? ഉത്തരം ഒന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പാട്ട് ഏറ്റവും നന്നായിട്ട് പാടുന്നത് അദ്ദേഹം മാത്രം. അതുപോലെ വേറെ ആർക്കും പാടാൻ പറ്റില്ല. ഇപ്പൊ കൽപ്പാന്ത കാലത്തോളമായാലും അല്ലെങ്കിൽ നഷ്ടസ്വർഗങ്ങളെ ആയാലും അതുപോലുള്ള പാട്ടുകൾ ഇപ്പൊ ഈ പാട്ട് തന്നെ ആയാലും അദ്ദേഹം പാടുന്ന പോലെ. ഇപ്പൊ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും ഞാൻ കമ്പോസ് ചെയ്തതാണ്. ഒരിക്കലും അദ്ദേഹം പാടുന്ന പോലെ എനിക്ക് പാടാൻ പറ്റില്ല. കാരണം അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോയി 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 മറ്റുള്ളവരെ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മ്യൂസിക്കും അങ്ങനെയാണ്, അത് അദ്ദേഹം പാടുന്നതും അങ്ങനെയാണ്, ആ കോമ്പോസിഷൻ അങ്ങനെയാണ്, അത് ചിത്രചേച്ചി പാടിയിരിക്കുന്നതും അതിഗംഭീരമായിട്ടാണ്. നമ്മുടെ സിദ്ധുക്കുട്ടി നന്നായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. താങ്ക് യു. ഏറ്റവും നന്നായിട്ട് ട്രയൽ എന്ന് പറയുന്നത് തന്നെ ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ഇത് വയസ്സ് ഇത്രയില്ലായുള്ളൂ, ഇനി എത്ര കിടക്കണ് മുമ്പോട്ട് പോകാനായിട്ട്. ആ രീതിയിൽ നല്ല കാര്യമാണ്. പല ആൾക്കാരും സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നുള്ളത് കറക്റ്റായിട്ട് പറയും. ദുഃഖ ഭാരങ്ങളും എന്നുള്ളത് പറയാറില്ല. ഞാൻ ഒരുപാട് പേര് പാടുന്ന കേൾക്കുന്നത് ദുഃഖഭാരം അങ്ങനെയൊക്കെ പാടും. ദുഃഖ എന്ന് ദുഃഖഭാരം അത് മോൾ ഏകദേശം കറക്റ്റായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ടെൻഷൻ ഉണ്ടോന്നും സംശയം വരുന്നത്. അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് ആഹാ എന്ന് പറയാനായിട്ട് തോന്നുന്നത്. നമ്മൾ റിലാക്സ് ആവും, ഓഡിയൻസ് റിലാക്സ് ആവും, എല്ലാവരും റിലാക്സ് ആവും. അപ്പത്തേക്കും കൈയടി കിട്ടും ഇല്ലേ? നേരത്തെ ചേച്ചി പാടിച്ചില്ലേ ആ ഭാഗം, ആ സംഗതി എന്ന് പറയുന്നത് അത് വിദ്യാധരൻ മാസ്റ്റർ സംഗതിയാണ്. അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവും വിദ്യാധരൻ മാസ്റ്ററുടെ പല പാട്ടിലും. അത് നമുക്ക് ഈസി അല്ല പാടാനായിട്ട്. അതിന്റെ സ്പീഡ് കറക്റ്റ് ആയിരിക്കണം, ആ നോട്ട്സ് ഹിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം, അങ്ങനെ പലതുണ്ട്. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും പാടുന്ന രീതിയിൽ ആ സംഗതി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അടുത്ത പാട്ടുകൾ പാടുമ്പോൾ അത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ നമ്മൾ വരാനായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിദ്ധുക്കുട്ടിക്ക് ഈ പാട്ട് കുറച്ച് ഹെവിയാണെന്ന് തോന്നിയോ? എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ചെറിയ മോളല്ലേ. ഈ പാട്ട് നമുക്ക് റേഡിയോയിൽ കേൾക്കുമ്പോഴും ഒക്കെ വളരെ സുഖമായിട്ട് തോന്നും. പക്ഷെ ലൈവിൽ പാടുന്ന സമയത്ത്
ഒരുപാട് ബ്രെത്ത് വേണം ഈ പാട്ടിന്. ഈ താളത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ലൈൻ പാടി അടുത്ത ലൈൻ എടുക്കുമ്പോഴേക്കും ബ്രെത്ത് പോവും, അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അടുത്ത ലൈൻ പോവും. അപ്പോൾ എന്താ വെച്ചാൽ ആ പെർഫെക്ഷൻ പല സ്ഥലത്തും മിസ്സിങ് ആവും. അതാണ് എനിക്ക് തോന്നിയത്. സിദ്ധുവിന് കുറച്ചുകൂടി ബ്രെത്ത് ഉണ്ടെങ്കിൽ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് പാടാം. സംഗതികളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ആ സംഗതി കുറച്ചുകൂടി പെർഫെക്ഷനോടെ വരണമെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്രെത്ത് ഡെവലപ്പ് ചെയ്യണം. ഭാസ്കർ മാസ്റ്റർ നല്ല വരികളാണ്, വിദ്യാർ മാസ്റ്ററുടെ ഏറ്റവും നല്ലൊരു സംഗീതം. അപ്പോൾ അത് ശരിക്ക് ലൈവിൽ പാടണമെങ്കിൽ റെക്കോർഡിങ്ങിന് ഇപ്പോൾ ഇത് പാടിക്കഴിഞ്ഞാൽ മോള് പെർഫെക്റ്റ് ആയിട്ട് പാടും, എനിക്കറിയാം. പഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ലൈവിൽ പാടുന്ന സമയത്ത് മോൾക്ക് മാത്രമല്ല പലർക്കും പാടാൻ പറ്റില്ല ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട്. വിഷമിക്കൊന്നും വേണ്ട. ഇതിൽ തന്നെ ഈ പാട്ടിൽ തന്നെ പല കാര്യങ്ങളും ഭംഗിയായിട്ട് പാടി മോള്. വോയിസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗുഡ് ലക്ക്. സിദ്ധുക്കുട്ടി, your score is 96.5 out of 100. അപ്പൊ സിദ്ധുക്കുട്ടി, ഓൾ ദ ബെസ്റ്റ്. ബൈ. MJ അങ്കിള്, നമുക്കൊരു ഡ്യുവറ്റ് പെർഫോമൻസ് കണ്ടാലോ? ഡ്യുവറ്റ് റൗണ്ട് ആണ് എന്റെ ഫേവറേറ്റ് കേട്ടോ. മിനിയൂട്ടി, ഞങ്ങളുടെയും എന്റെയും ആര്യ ചേച്ചിക്കും ഉണ്ട്. യെസ്, ആര്യ ചേച്ചിയുടെയും എന്റെയും ആദ്യത്തെ ഫേവറേറ്റ് റൗണ്ട് പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ നോക്കിയിരിക്കുന്നത് ഡിവറ്റ് റൗണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഡിവറ്റ് റൗണ്ടുമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ജിതക്കുട്ടിയും സാം കുട്ടനുമാണ്. വെൽക്കം. ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ, ചിരിച്ചിലമ്പുലഞ്ഞു ചമയങ്ങൾ അഴിഞ്ഞു. നീ ഇവിടെ നിൽക്കാറില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ പാട്ട്? അത് പിന്നെ ചേച്ചി എന്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ക്രാക്ക് ഉണ്ട് ചേച്ചി. ആണല്ലേ, ഒന്ന് വന്നേ. എന്താ ചേച്ചി? ഇത് നീയല്ലേടാ ഈ തൊണ്ട തുറന്ന് പറഞ്ഞത്? ഇപ്പൊ നിനക്ക് പിച്ചിന്റെ പ്രശ്നമൊന്നുമില്ല? അതേനെ ചേച്ചി, ഒറ്റക്ക് മാർക്ക് പഠിക്കാനുള്ള പരിപാടിയല്ലേ? ഹലോ. സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ. എന്ത് പറയുന്നു എല്ലാരും? ടീച്ചേഴ്സ്, എന്റെ പാലുംകുടം എടുത്ത് പെർഫോമൻസ് ടീച്ചേഴ്സ് റൗണ്ട് ആയിരുന്നല്ലോ. അയ്യോ, റൗണ്ടിന്ന് ടീച്ചേഴ്സ് വരുന്ന ദിവസമായിരുന്നല്ലോ. അപ്പൊ അവര് ടീച്ചേഴ്സ് എല്ലാവർക്കും ഭയങ്കര സന്തോഷായി. സാംകുട്ടന്റെ സ്കൂളിലോ? എന്റെ സ്കൂളിലെ എന്റെ PTA പ്രസിഡന്റ് സ്കൂളില് എനിക്ക് ഒരു ഫോൺ തന്നു ഗിഫ്റ്റ് ആയിട്ട്. താങ്ക് യു. ഫോൺ എവിടെ? എന്നിട്ട് അമ്മയുടെ കയ്യിലാണോ? അമ്മയുടെ കയ്യിൽ. അമ്മയുടെ കയ്യിലാണോ? അപ്പൊ ഏതാണ് പാട്ട്? ചെമ്പൂവേ പൂവേ. ആഹാ, നൈസ്. ഫേവറേറ്റ്. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, മ്യൂസിക് ഇളയരാജ സാർ. മൂവി കാലാപാനി, 1999 വർഷം. ഓക്കെ. സിംഗർ MG സാറ്, ചിത്രാമ്മ. MG ആണ് ഒരു വലിയ ഹായ് ഫ്രം ടോപ്പ് സിംഗർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ചാന്തേറും ചുണ്ടിൽ
കൊണ്ട് മിഴികളിൽ ഒഴിയുമോ നനയുമെന്നെറുകയിൽ ഒരു മണം തൂകാമോ ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ താങ്ക് യു മിസ്റ്റർ സാം, എന്തോ ജിത, ഓ ഈ പാട്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ അതിന്റെ കൂടെ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടായിരുന്നോ? കണ്ടു ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. അതൊന്നുകൂടെ ഇട്ട് കാണിക്കാമോ? ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ഇവിടെ നിന്നാണ് നിങ്ങൾ പാടിയത്. ഈ ഇടത്തില് ഒരു സ്വപ്നം പോലെ ഇല്ലേ? അതെ അപ്പൊ സ്വപ്നം പോലത്തെ പാട്ട് when dreams come true, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന പോലെ ഈ പാട്ട് രണ്ടുപേരും കൂടെ ഇവിടെ പാടി. താങ്ക് യു സാർ. കുറെ അധികം സ്ലിപ്സ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും, സാം കുട്ടനും അതെ, ജിത കുട്ടിക്കും അതെ. അപ്പൊ ആ സ്ലിപ്സ് ഒക്കെ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുപോലെ കൂട്ടുകാരുടെ ജോലി എന്നുള്ളത് പഠിപ്പിക്കലല്ല, പഠിപ്പിക്കുന്നത് ഗ്രൂമേഴ്സാണ്. നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ കപ്പില് വെള്ളം ഇങ്ങനെ ഒഴിച്ചു തന്നിട്ട് മക്കളെ കുടിച്ചോളൂ എന്ന് പറയില്ല. എവിടെയാണ് പൈപ്പ് ഉള്ളതെന്ന് കാണിച്ചു തരും. അവിടെ പോയി ആ കപ്പില് വെള്ളം എടുത്ത് കൊണ്ടുപോയി സ്വന്തമായിട്ട് കുടിച്ചോണം. ആ രീതിയിലാണ് നമ്മളിവിടെ ഉള്ളത്. അതാണ് നമ്മുടെ കൂട്ട് എന്ന് പറയുന്നത്. അത് കൂട്ടുകാർ എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ്. മനസ്സിലായോ? ഇപ്പോൾ വെരി ബിഗിനിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പൊ തുടക്കത്തിലുള്ള നീ നീസാ നീസാ നീപ നീ നീസാ നീസാ നീപ നീ നീസാ ഇല്ലേ? അതില് നാന നാന ആ നീക്ക് ഒരു കയറ്റമില്ല. നീ നീസ പ്ലെയിൻ നോട്ട്. അങ്ങനെ പാടിക്കേ സോമൻ. ചെമ്പൂ ആ ചെമ്പൂ ചെമ്പൂ എന്ന് പാടുന്നുണ്ടല്ലേ, അതില്ല. ചെമ്പൂവേ ചെമ്പൂവേ ഇപ്പോഴും നീ നീ ചെമ്പൂവേ ഇപ്പോഴും കയറി പോകുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നോണ്ടാണ്. പക്ഷെ ജിത അത് കറക്റ്റ് ആയിട്ട് പാടി. എന്താ, എങ്ങനെ പാടിയ? ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ അത്ര പോണം. അങ്ങനെ കിട്ടിയാലാണ് അത് സൂപ്പർ ആയിരിക്കുക. പിന്നെ ആ ബേസില് അതില്ലേ, അത് മോന്റെ ആ ബേസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ ആ നോട്ട് കിട്ടാനായിട്ട്. അത് സാരമില്ല, ഈ റേഞ്ച് രണ്ടുപേരും കൂടെ പാടുമ്പോഴത്തേക്കും നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റ്സ് എപ്പോഴും ചെയ്യേണ്ടി വരും അല്ലേ. പക്ഷെ അവിടെ ജിതയ്ക്ക് ആ റേഞ്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. കാരണം ജിതയുടെ വോയിസിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഇടം എന്ന് പറയുന്നത് ആ ബേസാണ്. ജിതയ്ക്ക് മേളിലോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഹെഡ് വോയിസ് ഒക്കെ ഇങ്ങനെ അത് കൊണ്ടുവന്ന് കലർത്തി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ വേറൊരു കാര്യം ജിത നീ പറയാനുള്ളത്, ഡ്യുവറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ആള് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ആളാ, ജിതയെ പോലെ തന്നെയാ. രണ്ടല്ല ഒന്നാണ് എന്നാണ് ഞാൻ വീണ്ടും പറയാണ് ഡ്യുവറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളവിടെ ഒരു സോളോ പാടാൻ പറ്റില്ല. അപ്പൊ ജിത പാടണ കണ്ടപ്പോഴത്തേക്കും ജിത കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇങ്ങോട്ട്. എന്നാൽ സാം കുട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ നോക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ജിത നേരെ നോക്കുന്നു. അതിനിടയിൽ ജഡ്ജസിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ഒരു ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ അത് വേണ്ട. കാരണം എന്താ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്യാമറ ഫേസ് ചെയ്യണം. ഞാൻ പഠിപ്പിക്കലല്ല, എവിടെയാണ് വെള്ളമുള്ളത് എന്ന് പറയുന്നു, പോയി ആ വെള്ളം എടുത്ത് കപ്പിൽ ഒഴിച്ച് കുടിച്ചോണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാം കുട്ട, ജിതക്കുട്ടി, എന്തോ എന്ത് രസമുള്ള പാട്ടാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആൻഡ് ഐ ഹാവ് ടു സേ ഇറ്റ്സ് എ വെരി വെരി ബ്രേവ് അറ്റംപ്റ്റ് എന്ന് പറയാൻ തോന്നുന്നു എനിക്ക് ഈ പാട്ട്. ഇത് കേൾക്കുമ്പോൾ സാർ പറഞ്ഞ പോലെ വേറൊരു ലോകത്തെത്തും. പക്ഷെ അത് പാടാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഭയങ്കര ടഫാ പാടാൻ. നല്ല ബ്രെത്ത് കൺട്രോൾ വേണം, നല്ല പിച്ച് സെൻസ് വേണം, നല്ല ഫീല് കൊടുക്കണം. അങ്ങനെ ഒരു പാട്ടിന് വേണ്ട കമ്പോണൻസ് ഒക്കെ അത്രയും കൺട്രോൾഡ് ആയിട്ട് കൊടുത്താൽ മാത്രം കേൾക്കാൻ ഒരു രസം വരുന്ന ഒരു പാട്ടാണത്. മനസ്സിലായോ? അപ്പൊ അത്രയും ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നിങ്ങളിപ്പോ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ഈ പ്രായത്തില് ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെ ഇറ്റ്സ് എ ബിഗ് തിങ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ബോത്ത്. താങ്ക് യു മാം. ശരിക്കും ഒരു സ്പെക്ടാക്കുലർ ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഓൺ ദ ഹോൾ ആ പാട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. ആ പാട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന പല കാര്യങ്ങൾ
ഒരു ഓർക്കസ്ട്ര ബാക്കിംഗ്. നിങ്ങൾ രണ്ടുപേരും ഡുവറ്റ് ആയതുകൊണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. രണ്ടുപേരും കൂടി കോംപ്ലിമെൻ്റ് ചെയ്ത് പാടുക എന്നുള്ളത്. അപ്പോൾ ട്യൂണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ലിറിക്സ് ബൈ ഹാർട്ടാണ്. ഇനി എന്താ, ജസ്റ്റ് എൻജോയ് ദ സ്റ്റേജ്. അങ്ങനെ നമുക്കൊരു പല്ലവി പാടി നോക്കാം. ഒരു സ്ട്രെസ് ഇല്ലാണ്ട് ബ്യൂട്ടിഫുള്ളായി പാടുക. ചോപ്പുമായും മാനത്താരുമാരിവില്ലിൻ തുങ്ങൽ തൂക്കും നിന്റെ ചെല്ലപ്പാതിൽ കുഞ്ഞി കമ്മലെന്നോണം തങ്കത്തിങ്കളുള്ളി പൊട്ടും തൊട്ട് വെണ്ണിലാവിൽ കണ്ണും നട്ട് നിന്നെ ഞാനീ വാകച്ചോട്ടിൽ കാത്തിരിക്കുന്നു തേൻകിനിയും തെന്നലായി നിന്നരികെ വന്നു ഞാൻ കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ നാണം കൊണ്ടെൻ നെഞ്ചിൽ താഴം പോവോ തുള്ളി ആരും കേൾക്കാതുള്ളി മാടപ്രാവോ കൊഞ്ചി ആലോലം കിളിമുത്തേവാ കാതിരരാവിലൊരമ്പിളിയാ ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ ആഹാ, വെരി നൈസ്. സൗണ്ടിങ് Beautiful. മച്ച് ബെറ്റർ മച്ച് ബെറ്റർ, സത്യം. അല്ലേ? വെരി വെരി. യെസ്. പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ലിറിക്സ് ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, ജസ്റ്റ് എൻജോയ്. താങ്ക് യു സർ. അങ്ങനെ നമ്മുടെ സാം കുട്ടന് ഇറ്റ് ഇസ് 97 ആൻഡ് ജിതയ്ക്ക് വളരെ വ്യത്യസ്തമാണ് 97 on 100. അടുത്ത പ്രാവശ്യം നമ്മൾ ഡിവറ്റ് എങ്ങനെ പാടും? തകർത്തു പാടും. എൻജോയ് ചെയ്തു. ഡിവറ്റ് ആയിട്ട് പാടും. Duet ആയിട്ട് പാടും. ബൈ. ടാറ്റാ. എം ജെ ഞങ്ങൾ ഇനി ഒത്തിരി വർത്താനം പറയാനായിട്ട് നമ്മൾ ഒരാളെ കൊണ്ടുവരാൻ പോവാണ്. ആൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് വരുമ്പോ ഒരു ബാഗ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ് കേട്ടോ. ഓക്കെ. അത് എന്തിനാണെന്ന് വന്നിട്ട് ചോദിക്കണം. അതിന് നമുക്ക് കുറച്ച് കഥ ഉണ്ട് അതിന്. അപ്പൊ അത് നമുക്ക് വന്നിട്ട് കേൾക്കാം. ധ്യാന കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ധ്യാന ഓൺ സ്റ്റേജ്. അയ്യോ, ഒരു പൊടിടപ്പി എവിടെ കാണാനേ ഇല്ലല്ലോ. ഇതാണ്ട് ഇവിടെ ഉണ്ട്. എവിടെ കാണാനില്ല. ആയിക്കോട്ടെ. കുറെ സമയം എടുക്കുമല്ലോ. അതെ അതെ, കുഞ്ഞിക്കാലം വെച്ച് എത്തണ്ടേ. അയ്യോ. ഓ, ഹായ്. രണ്ട് ആരായിരുന്നു? ഏത് പൂച്ചയത്? എവിടെയത് പൂച്ച? പൂച്ചയുണ്ടോ? ഇവിടെ പൂച്ചയുണ്ടോ? അവിടെയാണെന്ന് തോന്നുന്നു. അവിടെ. ആ, അവിടെ ഒരു പൂച്ച ഉണ്ട്. ഉണ്ടോ? ഇല്ല. ഇത് എന്തിനാന്നൊന്ന് പറഞ്ഞു കൊടുക്കോ? ഈ ബാഗ് എന്തിനാ കുഞ്ഞു കൊണ്ടുവന്നത്? ഈ ബാഗ് കയ്യിലുള്ള ബാഗ് മോളിലേക്ക് നോക്കുന്നുണ്ട്. അത് മുട്ടയിടാൻ. ഓ, മുട്ടായി ഇടാൻ കൊണ്ടുവന്ന. ഇത് ആര് പറഞ്ഞു ഇവിടെ മുട്ടായി ഉണ്ടെന്ന്? അതാണ് രസം. അത് ഞാന്. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കഥ അതല്ല. നമ്മുടെ നവനീതില്ലേ, ജനിച്ചപ്പോ തൊട്ടുള്ള കഥ പറഞ്ഞ ആള്, ആ, പുള്ളിക്കാരൻ പുറത്തിറങ്ങി ചെന്നിട്ട് എല്ലാ ലിറ്റിൽ ഏഞ്ചൽസിനെയും കൂട്ടി നിർത്തിയ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പാടി കഴിയുമ്പോ മിഠായി വീഴുന്നൊരു പരിപാടി ഉണ്ട്. ഞാൻ ഇന്നലെ പോക്കറ്റിലൊക്കെ കുത്തിക്കയറ്റിയാണ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഒരു bag മേടിച്ചു. വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ കൂടുതൽ വേണമെങ്കിൽ ഒരു ബാഗ് വാങ്ങിക്കൊണ്ട് പോവാ. ഇത് മിഠായി ബാഗാണ് അല്ലേ? അതെ. കുഞ്ഞിന്റെ പേര് ധാന്യക്കുട്ടി എന്നല്ലേ? എന്റെ പേര് അല്ല, ധാന്യക്കുട്ടി എന്നല്ലേ? അല്ല, ധന്യ. ആരാ നോക്കുന്നേ? ആരാ അമ്മ എന്താ ഉള്ളത്? വിളിക്കുന്നത്? അമ്മേനെ. മമ്മി ഇതാ അതെ, മമ്മി എന്താ വിളിക്കുന്ന വീട്ടില്? വീട്ടിന്ന് കമ്മു വിളിക്കും. കമ്മു. അമ്മു ആണ് അല്ലേ? അമ്മുവോ? അമ്മുക്കുട്ടി. കമ്മു. കമ്മു. കമ്മു ആണ്. കൺമണി. കൺമണി. ആ. അത് ചുരുങ്ങി കമ്മു. ആഹാ. കൺമണിയാണ് കമ്മു. ആ. ത്രീ പേരാണിത്. 3 പേരുണ്ട്. ഓ, എന്തൊക്കെയത്? 1 പേരേതാ? ഇത് പിടിക്കണോ ഞാൻ? മുട്ടായി ഇടാൻ ഇത് ആർക്കും ആർക്കും തരില്ല. കൊടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ പാട്ട് പാടാനല്ലേ വന്നേ? പിന്നെ മിഠായി എന്ന് പറഞ്ഞോണ്ട് വന്നത്? ഇത് മുട്ടായി ഇതാണോ? മധുങ്ങള് വത്തിക്കാനിൽ പോയി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ പോയി. ഓ ശരി. ആ, അതെ. ആ, ശരി. ധ്യാനക്കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ജോബ്സ് ആംഗ്ലോ
ഇന്ത്യൻ സ്കൂൾ. ആ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ് ക്ലാസ്സിലാ? പ്ലേ ക്ലാസ് പ്ലേ ക്ലാസ്. പ്ലേ ക്ലാസ് എത്ര വയസ്സായി? 4 വയസ്സ്. ധ്യാനക്കുട്ടി, എന്താ എന്ത് പാട്ടാ പാടാൻ പോന്നെന്ന്? കണ്ണാൻ തുമ്പി പോരാമോ? ഹായ് ആഹാ. മിടുക്കി. എനിക്ക് എം.ജെ. ജയചന്ദ്രന്റെ പാട്ടറിയാം. MJ ജയചന്ദ്രന്റെ പാട്ടറിയാം. അതേത് പാട്ടാ? പാട്ട് പാടിയിട്ട് പറയും. പാട്ട് പാടിയിട്ട് പറയാന്ന്. കണ്ണാത്തുമ്പി പാടി കഴിഞ്ഞിട്ട് പറയാം. പാടി കഴിഞ്ഞിട്ട് നമുക്ക് മിഠായി റെഡിയാക്കാം. ഓക്കെ. ഒരു പൊണ്ണു വരയ്ക്കാം. കുറച്ചു നേരത്തേക്ക് ഇത് പിടിച്ചോ. കുറച്ചു നേരത്തേക്ക് പിടിക്കൂ. ഓ യൂണിക്കോം ബാഗ് തന്നല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിനുട്ടി വീട്ടിൽ കൊണ്ടുപോയി വെക്കോ. ബൈ ബൈ. ബൈ. മിനുട്ടി ആ ബാഗ് വീട്ടിൽ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോണോ? അയ്യോ തല്ലോ. ഓൾ ദി ബെസ്റ്റ് ധ്യാനക്കുട്ടി. താങ്ക് യു. നല്ലോണം പാടണേ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പുക്കാൽ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പുക്കാൽ. കളിരാടാമീ കിളിമനത്തനോറ്, കളിരാടാമീ കിളിമനത്തനോറ്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പുക്കാൽ. വെള്ളം കല്ലിൻ ചില്ലും കൂതും ഉണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താളോറിക്കാം നിന്നും എന്റെ പോരാട്ടോ വാവേ വാവാച്ചി. കുഞ്ഞിക്കൂറുകുട്ടിനുള്ള പാർച്ചിട്ട് പിന്നെ കുറത്ത് മാളി തീർക്കാൻ ഞങ്ങൾക്ക് താളത്ത് തങ്കക്കള്ളമാണ് കൊണ്ടിട്ടാല ചിങ്കിർ മുട്ടല്ലേ എന്റെ ചിത്തട കുഞ്ഞല്ലേ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പുക്കാലും. തിട്ടേ തിട്ടേ നൃത്തം വയ്ക്കും പൊണ്ടന്, മുത്തം വെക്ക എത്തുന്നെന്റെ പള്ളിക്കിൽ എന്റെ പോരാട്ടോ വാവേ വാവാച്ചി. തുമ്പക്കൂറിന് തുള്ളിക്കളക്കണ് കുന്നേരം കാട്ടിൽ കൂട്ടുകാരി, പൊന്നിക്കിനാക്ക് നിനായാണ് ഏഷ്ടം ചിങ്കിർ മുട്ടല്ലേ എന്റെ ചിത്തിരു കുണ്ടല്ലേ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പുക്കാലും. കളിരാടാമീ കിളിമനത്തനോർ, കളിരാടാമീ കിളിമനത്തനോർ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. ഇച്ചിരി കൂടെ. ആ ഓക്കെ ഗുഡ് ഗേൾ അയ്യോ പോലെ ഓ. പോയോ. ആ ഓക്കെ ഗുഡ് ഗേൾ. അങ്ങനെ സ്റ്റാച്ചു. വെള്ളം വേണോ? എനിക്ക് പുതിയ ബോട്ടിലുണ്ട്. പുതിയ
ബോട്ടിലുണ്ട്. പുതിയ ബോട്ടിലുണ്ട് വെള്ളം കുടിക്കാൻ. വെള്ളമൊക്കെ കുടിക്കാൻ പുതിയ ബോട്ടിലുണ്ട്. അല്ല ഞാൻ കൊണ്ടുവരുന്നില്ല. കൊണ്ടുവന്നില്ലേ? ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. അയ്യോ, ഞാൻ വിടുന്ന് പാടുമ്പോൾ കൊണ്ടുവരുന്നില്ല. പാടുമ്പോ കൊണ്ടുവരുന്നില്ല അല്ലേ? ഉം. ഓക്കെ, പക്ഷെ വാവ ചോദിക്കുന്നെന്താ, ഇന്നോദിസ്തം കൂതാമോ അങ്ങനെയല്ല. അങ്ങനെ. കണ്ണാൻ തുമ്പി പോലാമോ, എന്നോദിഷ്ടം കൂടാമോ, അതെ. നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. ഇങ്ങനെയാണ് പാടിയത്? കമ്മു ഇങ്ങനെയാണ് പാടിയത്? അല്ലേ? അല്ല, ഞാൻ എന്നെ പോലെ ആ, പാടാം. എന്റെ പോലെയാ പാടിയത്. ഇത് ശരിയാ, ശരിയായില്ല കേട്ടോ ക്യാപ്റ്റൻ. സോറി. കലിയാരാമീ കിളിമരത്തണ. അതിനിടയിൽ പൂച്ച വന്നോ? ആ, എം ജെ സാർ കേട്ടില്ലേ? ഇല്ല. ഏ? അത് ശരി, ആരാ? ഞാനല്ലാതെ. വേറൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഇരിക്കുന്ന ആരെയൊക്കെ കുഞ്ഞിനെ അറിയാം? ആരുടെയൊക്കെ പേരറിയാം അവിടെ ഉള്ളേ? അതാരാ ഇരിക്കണത്? ആ പച്ച വെള്ളയും ഷർട്ട് ഇട്ടിരിക്കണത് ആരാ? എൻജെ ജയദ്രങ്കൽ. ജയദ്രഥൻ. എം ജെ ജദ്രങ്കിൾ. ചിത്രങ്ങൾ. ഇനി അപ്പുറത്തിരിക്കുന്ന ചേച്ചി ആര്യദായൻ. അറിയാം. ഓക്കെ, അടുത്ത അങ്കിൾ ഇതാരാ? അതറിയില്ല. ഉണ്ണിയങ്കൾ. ഉണ്ണിയങ്കിൾ. ഓക്കെ, എല്ലാരെയും അറിയാം. അല്ല ധ്യാനക്കുട്ടി, എം ജെ ജയദ്രങ്കിളിന്റെ ഒരു പാട്ട് അറിയാന്ന് പറഞ്ഞിട്ട്. ആ അതെനിക്കറിയാം. ഏത് പാട്ടാ? എൻജെ ജയദ്രങ്കലിന്റെ ഈശോന്റെ വേറെ പാട്ടുണ്ട്. ഈശോന്റെ പാട്ടാണോ? അതേത് പാട്ടാ? മേലേ മനത്തി ഈശോയെ ആ. ഒന്ന് വാരാമോ ഈശോയെ, ഓ, ഈശോയെ, ഈശോയെ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് കാണുന്നില്ല ഇവിടുന്ന്. ഒരു സ്റ്റേജാ. ആ സ്റ്റേജാ, പക്ഷെ എന്ത് ചെയ്യും, എനിക്ക് കാണുന്നില്ല ഇവിടുന്ന്. ഞാൻ വരട്ടെ, അങ്ങോട്ട് വരട്ടെ? ഇങ്ങോട്ടൊരു വന്നോന്നായിരിക്കും. വന്നോന്നായിരിക്കും. അവിടെ ഇറിച്ചോ എന്നാ ഇവിടെ പറയുന്നത്. തന്നെ ഇരുന്നോന്ന്, അങ്ങോട്ട് പോണ്ടാന്ന്. ഇറിച്ചോ പറയുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മ പറഞ്ഞു അവിടെ നിന്നോന്നാ പറഞ്ഞേന്നാ പറഞ്ഞു അമ്മ. ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു അവിടുന്ന് എനിക്ക്. നല്ല ഉടുപ്പാട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതാ. സ്റ്റിച്ച് ചെയ്തു. ആരാ സ്റ്റിച്ച് ചെയ്ത് തന്നത്? അമ്മയാണോ? അല്ല, മീറ്റു ആൻഡി. മീതു ആന്റി. മീറ്റു ആൻഡി. മീതു ആന്റി അല്ലേ? ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞോ ഇങ്ങോട്ടാ വരുന്നേന്ന് പറഞ്ഞോ? എന്ത് പറഞ്ഞു അവര്? കൺഗ്രാറ്റുലേഷൻ. ഓ, കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു. ഇപ്പൊ പാടിയത് ഇഷ്ടപ്പെട്ടോ? നല്ല പാട്ടല്ലേ? മിടുക്കി കുട്ടിയല്ലേ? സുന്ദരിയാണല്ലേ? നല്ലോണം പാടിയല്ലേ എം ജെ? ജയദ്രങ്കിൾ. എം ജെ ജയദ്രങ്കിൾ. എം ജെ ജയദ്രങ്കിൾ. ഉണ്ണിയങ്കിൾ, നമ്മുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കമ്മൂന്നല്ലേ വിളിക്കാ? ധ്യാന, കമ്മു, ധ്യാന, കമ്മു, കൺമണി. കൺമണി. 2-3 പേരുണ്ട് നമുക്ക്. 3 പേരും ഗംഭീരമായിട്ടുണ്ട്. പാട്ട് അതിലേറെ ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു പറ. താങ്ക് യു. താങ്ക് യു. കാണാൻ എന്തൊരു രസ. ക്യൂട്ട് ക്യൂട്ട്. അമ്മ എന്ത് പറയുന്നു? ഹാപ്പി ആയോ പാടുന്ന കേട്ടിട്ട്? എപ്പോഴാ ആദ്യം പാടുന്നു മനസ്സിലായത്? എപ്പോഴാന്നൊന്ന് പറയാം. നമ്മളെ ചേച്ചിമാര് പാടും രണ്ടുപേരും. അതെയോ? പപ്പയും പാടും. അപ്പൊ അവരെ ഓരോ സ്റ്റേജിൽ പാടുമ്പോ ഇവക്കും പാടണം. പാടിയിട്ടില്ലെങ്കിൽ അയ്യോ എനിക്ക് പാടിയേ പറ്റൂന്നാ. പക്ഷെ ഇതിന് വേറൊരു കഥയുണ്ട്. ഇവിടെ ആക്ച്വലി ഓഡീഷന് വന്നത് കുഞ്ഞിന്റെ ചേച്ചി അല്ലായിരുന്നു. പക്ഷെ സെലക്ഷൻ കിട്ടിയത് അനിയത്തിക്കാണ്. ബാഗ് എവിടെ? അയ്യോ, ബാഗ് ഉണ്ടെങ്കിലേ അവിടെ ഉണ്ട്. അമ്മയുടെ കയ്യിലുണ്ട്. മുട്ടായി വീഴാറായോ? എന്നാ പിന്നെ ബാഗ് എടുത്തായിരുന്നു. അല്ലേ? ഞാൻ എടുത്തുകൊണ്ട് തരട്ടെ അമ്മയുടെ കയ്യിൽ നിന്ന്. ഓക്കെ, കുഞ്ഞിന്റെ യൂണിക്കോൺ ബാഗ് വന്നു. പിടിച്ചോ നമ്മുടെ യൂണിക്കോൺ ബാഗ്. ഇനി എന്താ വേണ്ടേ? മുട്ടായി ഉണ്ടോ? എവിടെയാ മുട്ടായി ഉള്ളത്? ആര് പറയണം? അവിടെ ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ടിവിയിൽ മുട്ടായി മഴ കണ്ടു. അത് ആര് പറഞ്ഞാലാ മുട്ടായി മഴ വരുന്നേ? മമ്മി. മമ്മി പറഞ്ഞ വരുമോ? അപ്പൊ മമ്മി പറഞ്ഞു നോക്കട്ടെ, ഒരു മുട്ടായി മഴ വരുമോ നോക്കട്ടെ. വരട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. ഇങ്ങനെ പറഞ്ഞാ വരില്ല. അവിടെ നടന്ന് ഇപ്പൊ പോയി ഇപ്പൊ വരും. തയ്യാറെടുപ്പുകളാണ് ഇപ്പൊ കാണുന്നത്. ബാഗ് തുറക്കുന്നു. വരട്ടെ മുട്ടായി മഴ എന്ന് പറഞ്ഞോ? മുട്ടായി മഴ. വരട്ടെ മിഠായി മഴ. അപ്പൊ താഴെ ടക്കേന്ന് വീഴും. വരട്ടെ മുട്ടായി മഴ.
സെലക്ട് ചെയ്യുന്നൊന്നും ഇല്ല, അങ്ങനെ തൂത്തിടുക. മതിയോ? ഇത്ര മതിയോ? അടുപടി മതിയോ? അടുപടി സിബിട്ടു വേണ്ടേ? മതി, ആ, മതി. ആവശ്യമുള്ളത് എന്തെങ്കിലും അടുത്ത മാത്രമേ ദിവസം വന്ന് പെറുക്കാം മിഠായി കേട്ടോ. ഇപ്പൊ തൽക്കാലം Okay. ചേച്ചി പൊക്കോ. ബൈ ബൈ, സീ യു. ടാറ്റ പറ. ടാറ്റ. ഒരു സൺഗ്ലാസും കൂടെ ഇട്ട് കറക്റ്റ് ആയിരുന്നു. നാട്ടുകാരൊക്കെ എന്നെ യുഡിസി എന്ന് വിളിക്കാ. നമ്മുടെ മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഒരു സൂപ്പർ സോങ്ങുമായിട്ട് ദക്ഷ് കുട്ടൻ എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് മാം. ദക്ഷുടാ, യെസ് സർ. ഈ ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഓർമ്മ വരും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതാണ് സാധുക്കളെ രക്ഷിക്കാനായിട്ടും പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായിട്ടും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം സ്ഥാപിക്കാനായിട്ടും സംഭവാമി യുഗേ യുഗേ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ അവതാരങ്ങളായിട്ടെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞപ്പോ ധാർമിക് എന്ന് പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ വന്നു ഒരിക്കൽ കൂടി കേട്ടോ. ഇന്നൊരു അത് മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ, ട്രെയിനിൽ കയറാനും ഇഷ്ടമുള്ള ആൾക്കാരല്ലേ മൂന്നാളും അല്ലെ? പക്ഷെ നമുക്ക് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയോ ഇത് ഓഫ് ചെയ്യുന്നതിനെ പറ്റിയോ എന്തെങ്കിലും ധാരണ ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ദക്ഷ് കുട്ടൻ ഉണ്ട്. ഇന്ന് അതിന്റെ ഒരു ക്ലാസ്സുമായിട്ടാണ് ദക്ഷ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയല്ലേ? അതെ. അന്ന് നീ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണിത് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മളൊരു ബാറ്ററി ബ്രേക്കർ അല്ലെങ്കിൽ സ്വിച്ച് അതിനെ ഓൺ ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ്ങത്തെ കാർസിലൊക്കെ ഒരു കീ ഉള്ളിൽ കയറ്റിയിട്ട് തിരിക്കുമ്പോഴല്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ ഒരു ചാവി ട്രെയിനിൽ യൂസ് ചെയ്യും. അതിന് പറയാ BL കീ എന്നാണ്. അപ്പോൾ അതിന്റെ പോയിന്റിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ തിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ആക്സിലറി കംപ്രസർ അല്ലെങ്കിൽ അതിന് സ്മോൾ കംപ്രസർ എന്നും പറയാം, അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ആക്സിലറി കംപ്രസറിന്റെ ഉള്ളിൽ ഒരു ബേബി ടാങ്ക് ഉണ്ട്. ആ ബേബി ടാങ്ക് എയർ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യും. വേറൊരു സ്വിച്ച് നമ്മൾ ടേൺ ഓൺ ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത എയർ പ്രഷർ എൻജിന്റെ മുകളിലത്തെ പാൻഡോഗ്രാഫിനെ റൈസ് ചെയ്യിക്കും. അപ്പൊ ഈ പാൻഡോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് എൻജിന്റെ മുകളിൽ വയറിനെ കണക്ട് ചെയ്യണ ഒരു ഇരുമ്പിന്റെ റോഡ് ടൈപ്പ് ഉണ്ടാവാറില്ല, അതിനെയാണ് പാൻഡോഗ്രാഫ് എന്ന് പറയാം. പിന്നെ അതിന് ശേഷം നമ്മള് മെയിൻ സർക്യൂട്ട് ബ്രേക്കറിനെ സ്വിച്ച് ഓൺ ചെയ്യും. പിന്നെ ഈ പാൻഡോഗ്രാഫിന് 2 കണക്ഷൻ ഉണ്ട്. ഒന്ന് മെയിൻ ട്രാൻസ്ഫോമറിലേക്കും രണ്ടാമത്തേത് എല്ലാ ആക്സസറീസിലേക്കും. അപ്പൊ ഈ ആക്സസറീസ് എന്ന് പറയുമ്പോൾ പമ്പ്, ബ്ലോവർ, എയർ കംപ്രസർ ഇതൊക്കെ വരും. ഈ ഫസ്റ്റത്തെ കണക്ഷനായ ട്രാൻസ്ഫോമറിലേക്ക് 25 kV കറണ്ട് ആണ് പോകുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫോമർ ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ, അപ്പൊ അത് വരുന്ന കറണ്ടിനെ കംപ്രസ് ചെയ്ത് അതിനെ കുറയ്ക്കും. കംപ്രസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കണക്ഷനായ ആക്സസറീസിലേക്ക് ആകെ 415 V കറണ്ടേ പോകുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ 2 എയർ കംപ്രസേഴ്സ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് എൻജിനെയും എല്ലാ കമ്പാർട്ട്മെന്റ്സിനെയും നെസസറി ആയിട്ടുള്ള എല്ലാ എയർ പ്രഷറും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ട്രെയിൻ ഓൾമോസ്റ്റ് മൂവ് ചെയ്യാൻ റെഡിയാണ്. കംപ്ലീറ്റ്ലി അല്ല, ഓൾമോസ്റ്റ്. അതിനുശേഷം നമ്മൾ മൂവ്മെന്റിനുള്ള ഡയറക്ഷൻ സെലക്ട് ചെയ്യും. പിന്നെ ഒരു ആംഗിൾ ട്രാൻസ്മിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ത്രോട്ടിൽ എന്നും പറയും. അതിന് നമ്മൾ സ്ലോലി മുന്നോട്ടേക്കാക്കും. അപ്പോൾ ആ സമയത്ത് കൺട്രോൾഡ് എമൗണ്ടിൽ കറണ്ട് ഈ ട്രാക്ഷൻ മോട്ടറിൽ കൂടെ ഫ്ലോ ചെയ്യും. അതിന് ശേഷം നമ്മൾ സ്ലോലി ലോക്കോ ബ്രേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് എൻജിൻ സ്ലോലി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തന്നെത്താനേ സ്പീഡ് ഇൻക്രീസും ഡിക്രീസും ആവുകയാണോ അതോ കൺട്രോൾ ചെയ്യണോ എന്ന്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ത്രോട്ടൽ, ആംഗിൾ ട്രാൻസ്മിറ്റർ, അപ്പോൾ അതിനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് ആക്കുകയാണെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ആവും, പുറകോട്ടേക്ക് ആക്കുകയാണെങ്കിൽ സ്പീഡ് ഡിക്രീസ് ആവും. ക്ലൈമാക്സ് വണ്ടി മുന്നോട്ട് പോകും, ട്രെയിൻ മുന്നോട്ടേക്ക് പോകും, റെസിസ്റ്റൻസ് കുറയും. എത്ര ദിവസം ഇത് എഴുതി പഠിച്ചു? ഇത് ഒരു ദിവസം രാത്രി അച്ഛനെ വിളിച്ച് അച്ഛനോട് ചോദിച്ചു. ക്ലാസ് എടുത്താണല്ലേ? എന്നിട്ട് അപ്പോ അച്ഛൻ പറഞ്ഞതിന് ഒരു ഷോർട്ട് നോട്ട് പോലെ എഴുതി വെച്ചിട്ട് പിന്നെ പോയിന്റ് അവതരിപ്പിക്കുക.
അപ്പൊ കുട്ടികളെല്ലാരും വളരെ ശ്രദ്ധിച്ച് അതെ, കേട്ടു, കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ കേട്ടു. നമുക്ക് എക്സാം ഉണ്ട് കേട്ടോ. നൈസ് ലെക്ചർ. അതെ. എന്നാലും ഇത്രയും ഡീറ്റെയിൽസ് അവൻ പഠിച്ചല്ലോ. മിടുക്കരാണ്. ആ അപ്പാർട്ട് ഫ്രം മ്യൂസിക് അതെ. ആൻഡ് അക്കാഡമിക് സ്റ്റഡീസ്. അപ്പൊ അത് സൂപ്പറാണേ. താങ്ക് യു സർ. ഇനി ഏതാണ് പാട്ട്? അതിന്റെ എഞ്ചിനീയറിംഗ് എന്താണ്? കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ. അത് ഇലക്ട്രോണിക്സ് ആണോ? അല്ലല്ലോ, എനിക്കറിയൂല. അത് മ്യൂസിക്. മ്യൂസിക്കോളജി. 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 മിത്തോളജി പോലെ മ്യൂസിക്കോളജി. മിത്തോളജി പോലെ. അപ്പൊ ഡീറ്റെയിൽസ്. സിനിമ തേന്മാവിൻ കൊമ്പത്ത്, വർഷം 1994, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് ബേണി ആൻഡ് ഇഗ്നേഷ്യസ് സാർ. ഓക്കെ. Good. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നന്നായി Best of പാടണേ. luck. ഓക്കെ മാം, താങ്ക് യു മാം. പാടിയതാരാ? MG ശ്രീകുമാർ സാർ. സോറി. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവടി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടങ്ങൊരു നാൾ, കാനനം നീളെ നീ പാറിപ്പറന്നോരോ കള്ളം പറഞ്ഞതിന്റെ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. മിന്നാരപ്പൊൻകൂട്ടിൽ മിന്നുമാ പൊന്മുട്ട കാകന്റെ എന്നു ചൊല്ലി, നിന്നെപ്പോലെ കാറ്റുമതേറ്റു ചൊല്ലി, നേരു പറഞ്ഞിട്ടും നെഞ്ഞു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു, പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു. ആരാരോ ദൂരത്താരാരോ ആലിൻ കൊമ്പത്തോരോലക്കൂട്ടിൽ നിന്നാലോലം പുഞ്ചിരിച്ചു, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഊരാകെ തെണ്ടുന്നോരമ്പലപ്രാവുകൾ നാടാകെ പാടിയപ്പോൾ കള്ളക്കഥ കാട്ടുതീയായി പടർന്നു, കാകനെ സ്നേഹിച്ച കാവളം പെൺകിളി കഥയറിയാതെ നിന്നു, പിന്നെ പിന്നെ കാതരയായി കരഞ്ഞു. ആലോലം നീലപ്പൂങ്കാവിൽ നീ നിൻ പുള്ളിത്തൂവൽ ചിക്കി ചിഞ്ചില്ലം പുഞ്ചിരിച്ചു, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവടി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടങ്ങൊരു നാൾ, കാനനം നീളെ നീ
ചൊല്ലുമോ? ദക്ഷുടാ, യെസ് സർ. ഗംഭീരം എന്നൊക്കെ പറഞ്ഞ ആ കാനനം നീളെ അത് പാടിയില്ലേ? 100-1000 ആണ്. താങ്ക് യു സർ. എത്ര പ്രാവശ്യം റിപ്പീറ്റ് പാടിയോ അത്രയും പ്രാവശ്യം 1000 ആണ്. താങ്ക് യു മാം. കാനനം നീളെ നീ പാറിപ്പറന്നോരോ കള്ളം പറഞ്ഞതിന്റെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ? ആദ്യത്തെ പല്ലവില്ലേ ആ യെസ് സർ. ആദ്യം നീ കലക്കേടെ. താങ്ക് യു സർ. എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തത് എന്ന് വെച്ചാ ആ സിനിമയില്ലേ, ആ സിനിമ അതിന്റെ കഥ, അതിന്റെ കഥാപാത്രങ്ങൾ എല്ലാം ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു പാട്ടുകാരൻ അങ്ങനെ ഒരു പാട്ട് പാടി അങ്ങനെ വരുത്തിക്കാൻ സാധിച്ചാൽ ജസ്റ്റ് ത്രൂ ആലാപനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. താങ്ക് യു സർ. ഒരുപാട് ഏരിയാസ് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അതിന്റെ ഭാവമുണ്ട്. ഈ പാട്ടിന് അങ്ങനെ ഒരു ഭാവമുണ്ട്. ഉള്ളിൽ എവിടെയോ നമ്മളെ അറിയാതെ വന്ന് ടച്ച് ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ഏതോ ഒരു സെന്റിമെന്റൽ സ്ട്രിങ്ങിനെ ഇങ്ങനെ തൊട്ടുണർത്തുന്ന ഒരു സംഭവമാണ് ഈ പാട്ടെന്നാണ് ബേണി ചേട്ടൻ്റെയും യെസ് സർ. ഗിനീഷ് ചേട്ടൻ്റെയും. അത് ഗംഭീര ആയിട്ടുള്ള പാട്ടാണ്. അത് അത്രയും ടാലന്റ് ഉണ്ടെങ്കിലേ ഇങ്ങനെ പാടാൻ പറ്റും. താങ്ക് യു സർ. 1-2 സ്ഥലങ്ങളിൽ ശ്രുതി ഒന്ന് ചേരാതെ വന്നിട്ടുണ്ട്. രണ്ടാമത് എവിടെയോ ഒരു ചെറിയ ഒരു വെള്ളി പോലെ വന്നതുപോലെ തോന്നിയിട്ടുണ്ട്. മുട്ടയിലൊരു വലിയ മുട്ടയിലാണ് വെള്ളി വന്നത്. അപ്പൊ എനിക്കത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്താ വെച്ചാ ഈ സ്റ്റേജിൽ അതൊന്നും അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ സ്റ്റേജിൽ നിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ എത്ര നിന്റെ ഇംപ്രൂവ്മെന്റ് അനുസരിച്ചുള്ള മാർക്കാണ് നമ്മൾ തരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ ഉണ്ണിച്ചേട്ടാ? യെസ്, യാതൊരു സംശയമില്ല. ദക്ഷ് ധാർമിക്, യെസ് സർ. ദക്ഷ് പാടാൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഹീൽ ബ്രിങ് സംതിങ് ടു ദ ടേബിൾ, സംതിങ് സ്പെഷ്യൽ. താങ്ക് യു സർ. അപ്പോൾ അതന്നെ എക്സ്പെക്ടേഷൻ നല്ല ഉയർത്തി. പക്ഷെ ആ എക്സ്പെക്ടേഷൻ്റെ ഒക്കെ മേലെയാണ് പാടുന്നത്. താങ്ക് യു സർ. കാരണം ഈ പാട്ടൊക്കെ അങ്ങനെ പാടി സ്റ്റേജിൽ പാടി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ഈ ഏജിൽ അത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. താങ്ക് യു സർ. അത് വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ചെറിയ ചെറിയ ഫ്ലാസ്, അത് വെരി നെഗ്ലിജിബിൾ ഫ്ലാസ് എന്നേ പറയാനുള്ളൂ. അതൊക്കെ അത് ലൈവ് പാടുമ്പോൾ ഏതൊരു സിംഗർക്കും വരുന്നതാണ്. പക്ഷെ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദക്ഷ് ഇവിടെ എങ്ങനെ പ്രസന്റ് ചെയ്തു ആ പാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പാട്ടിന്റെ ശരിക്കും ഒരു സത്ത്, ആ പാട്ടിന്റെ ഒരു ഫീൽ, എക്സ്പ്രഷൻസ് എല്ലാം നമ്മളെ ശരിക്കും മനസ്സിൽ തട്ടിക്കുന്ന വിധത്തിൽ ഗംഭീരമായിട്ട് പാടി മോനെ. അപ്രോച്ച് ടുവേർഡ്സ് മ്യൂസിക് ഈസ് വെരി സീരിയസ്. താങ്ക് യു സർ. ഒരു പാട്ടിനെ അവൻ അല്ലേ അങ്ങനെ തോന്നിയില്ലേ കുട്ടൻ? തീർച്ചയായും വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദാറ്റ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു സർ. ഗുഡ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. എനിക്ക് ഓർമ്മയുണ്ട് സർ, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ദക്ഷകുട്ടൻ ഓരോ സോങ്ങും എടുക്കുന്നത്. കാരണം ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ ലിറിക്സ് മനസ്സിലാക്കിയിട്ട് പാടിയ ഒരേ ഒരു ആള് ദക്ഷകുട്ടനായിരുന്നു. താങ്ക് യു മാം. കോൺഫിഡൻസ് കൂടി, മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതി മാറി, അതൊക്കെ പഠിച്ചു. എനിക്ക് ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി ഞാൻ. താങ്ക് യു മാം. ദക്ഷകുട്ട പിന്നെ എന്തൊരു ഫീലാ പാടുമ്പോ. ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ഡു ദിസ് ട്ടോ. ഹാറ്റ്സ് ഓഫ്. ഐ Thank you, ma'am. ടച്ച് വുഡ്, ഐ കാൻ ഡു ഇറ്റ്. എനിക്ക് ഇങ്ങനെ എന്തായാലും പാടാൻ പറ്റില്ല. ദക്ഷ് യു ആർ അമേസിംഗ്. താങ്ക് യു മാം. വേറൊരു ബിഗ് പ്രോഗ്രസ്, നല്ല ബ്രെത്ത് കപ്പാസിറ്റി വന്നു ഇപ്പൊ. അതൊക്കെ എങ്ങനെ പറ്റുന്നു? ഉറങ്ങണേന്റെ മുന്നേ അമ്മ പറയും ഒരു 10 പ്രാവശ്യം ഒന്ന് എടുക്കാൻ. അപ്പൊ ഓക്കെ, അപ്പം ബ്രെത്ത് എക്സസൈസസ് ചെയ്യാറുണ്ട്. ദക്ഷ് ഇന്റലിജന്റ് അമേസിംഗ് സിംഗർ. താങ്ക് യു മാം. സോ ഗുഡ്. ദക്ഷുടാ, യെസ് സർ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ യെസ് സർ. അല്ലേ? ഉണ്ണിച്ചേട്ടനും ആര്യയ്ക്കും എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായില്ലേ? യെസ് സർ. അത്രത്തോളം തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സർ. So you are going to be awarded 100 on 100 today. താങ്ക് യു സർ. ഇത് നിന്റെ ഇംപ്രൂവ്മെന്റിനുള്ള മാർക്ക്. താങ്ക് യു സർ. പോരട്ടങ്ങനെ ഒരു മധുരമഴ. കളിപ്പൂങ്കുയിലെ
അമ്മേനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാൻ പറ്റും? ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അതെ അതെ. ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം എന്താ? സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് മെലഡീസ് ഫാസ്റ്റിന് അത്രയ്ക്ക് നന്നായിട്ട് പാടാൻ പറ്റാറില്ല. പക്ഷെ അല്ലിമലർക്കാവില് മെലഡി 100 അടിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യം മെലഡി എനിക്ക് എല്ലാം എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അമ്മയുടെ സപ്പോർട്ട്. ദക്ഷിണ മാർക്ക് കിട്ടുമ്പോ ഞാൻ ഇവിടുന്ന് അമ്മയെ തന്നെ നോക്കിയിരിക്കുന്നു. കാരണം ദക്ഷിണ കഴിഞ്ഞും കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നതും സന്തോഷം വരുന്നതും ഒക്കെ അമ്മയുടെ മുഖത്താണ്. പ്രൗഡ് മദർ. അതെ. പിന്നെ ഓരോ പ്രാവശ്യം ഫീല് കുറവാണ് ഇൻക്രീസ് ചെയ്യണം കരഞ്ഞു പാടണം എന്നൊക്കെ അമ്മ തന്നെ പറയാം. ഓക്കെ, ഇനി മെലഡി പാടില്ലെങ്കിലുണ്ടല്ലോ നല്ല ഇടി കിട്ടും. എന്ത് പറയണു അമ്മ? ഇവന് പൊതുവേ ഫാസ്റ്റിനോടാണ് താല്പര്യം. മെലഡി അവനെ പറ്റൂല എന്നൊരു തോന്നലുണ്ടായിരുന്നു ആദ്യം. പിന്നെ അല്ലിമലർക്കാവൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഗ്രൂമിങ് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് ഓരോ ഗ്രൂമിങ്ങിന് പോയി വരുമ്പോഴും ആ റെക്കോർഡ് വെച്ചിട്ട് അവൻ പിന്നെയും കേട്ട് കേട്ട് പഠിക്കും. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാനും അവനും ഗ്രൂമിങ്ങും എല്ലാം കൂടി. ഇന്നത്തെ പാട്ട് കേട്ടിട്ട് നമ്മുടെ ശരിക്കുള്ള അഭിപ്രായം പറയും. എനിക്ക് ഭയങ്കര മനസ്സ് നിറഞ്ഞു. ഈ അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. അമ്മ സർക്കാർ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ഗോവയിൽ പോയ ആളല്ലേ അല്ലേ? പിന്നെ എപ്പോഴും മോന്റെ പഠിത്തവും പാട്ടും അതിന്റെ കൂടെ കാവലായിട്ട് ഈ അമ്മ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ അമ്മ. ഗ്രേറ്റ് മൂമെന്റ്സ്. ഇവൻ പഠിത്തമായാലും പാട്ടായാലും പ്രസംഗമായാലും എന്ത് കോമ്പറ്റീഷൻ ആയാലും ഞാനും അവനും കൂടി ഒരു പിടി പിടിച്ചാൽ പോരുന്നൊരു തോന്നല്. ഇതിന്റെ കൂടെ നമുക്ക് ആര്യ ചേച്ചി ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം. കാരണം നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ദക്ഷ്കുട്ടനാണ്. ഒരുപാടായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ചാണ് കൊടുത്തിരുന്നത്. അപ്പൊ അത് ഫുൾ നഷ്ടമായിരുന്നു. അത് 100 വാങ്ങിയ ഒരു നഷ്ടമായാണ് തോന്നി വീട്ടിൽ ചെന്നപ്പോ. ദക്ഷ്കുട്ടന് നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. യെസ്, നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ്. പല്ല് തേക്കണം. എത്ര നേരം പല്ല് തേക്കും? 2 നേരം. ഓക്കെ, മിടുക്കൻ. വെരി ഗുഡ്. അതും കൂടെ പിടിക്കാൻ. എനിക്ക് വേണ്ട, എടുത്തോ. പറഞ്ഞെടുപ്പിച്ചിട്ട് എനിക്ക് വേണ്ട പോലെ ഒരു കാര്യം ചെയ്യ്, തന്നെ ഞാൻ കൊണ്ടുപോവാം. വന്നോ, ബാ. നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ 3 കൂട്ടുകാരെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. പക്ഷെ 3 ആൾക്കാരും വിഷമിക്കണ്ട, നമ്മുടെ പ്രേക്ഷകരും വിഷമിക്കണ്ട. കാരണം അടുത്ത ദിവസം നമ്മൾ ഇതേ സമയം വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.